അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, ഞാൻ അബ്ദുള്ള മുഹമ്മദ് അൻവറാണ്. ഞാനിന്നുള്ളത് ബുർജുമാനിലാണ് കേട്ടോ. ഇന്നെനിക്ക് പ്രത്യേക ഒരു അതിഥിനെ കിട്ടി, സാബിത്ത് നിസാമി മംഗലാപുരം. അസ്സലാമു അലൈക്കും. എന്തൊക്കെ ഉസ്താദ്, റാഹത്തല്ലേ? പിന്നെ ദുബായിൽ വന്നിട്ട് എത്രയായി? ഞാനിപ്പോ 2 മാസം അടുത്തുള്ളത്. എത്രയാണ്? അപ്പോൾ ദുബായിൽ വന്നിട്ട് പിന്നെ ഇപ്പോൾ വിസിറ്റിങ്ങിലാണുള്ളത് അല്ലേ? അതെ അതെ അതെ. നല്ല ജോലി നോക്കാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. അതെ അതെ, അതും കൂടിയാണ്. പിന്നെ ഇപ്പം എവിടെ, നാട്ടിലെവിടെ പഠിച്ചത്? നാട്ടില് മംഗലാപുരം. പിന്നെ പഠിച്ചതൊക്കെ ഇമാം ഷാഫിലുണ്ടായി. മാഷാ അല്ലാഹ്. എന്നിട്ട് ലോക്ക്ഡൌണിന് ശേഷം മംഗലാടുത്ത് ഉസ്താദിന്റെ അടുത്ത് പഠിച്ചത്. അപ്പോ പിന്നെ എന്തൊക്കെയാണ് വേറെ റാഹത്ത്? ആരൊക്കെ ഉണ്ട് വീട്ടില്? വീട്ടില് ഉപ്പയും ഉമ്മയും പിന്നെ ഇത്ത അനുജത്തി, ഞങ്ങൾ 2-3 ആൾക്കാരുണ്ട്. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. അപ്പോൾ പിന്നെ ഇപ്പോൾ ഇവിടെ ഏതൊക്കെ ഫീൽഡാണ് നോക്കണത്? അപ്പോൾ അതായത് ഞാൻ ഇന്റീരിയർ എക്സ്റ്റീരിയറിന്റെ 3D വിസ്വലൈസറാണ്. ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ മേഖലയിലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ വേറെന്തൊക്കെ ഉസ്താദേ, നിന്നെ കണ്ടപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? നിങ്ങളെ കണ്ടപ്പോൾ അൽഹംദുലില്ലാഹ് അള്ളാഹുവിനെ ആദ്യം ശ്രദ്ധിക്കുന്നത്. കാരണം അതായത് ഞാൻ ഇശാനിസ്കാരത്തിൽ ഇങ്ങനെ വരുമ്പോൾ ഉസ്താദിനെ കണ്ട്, അപ്പോൾ മറ്റൊരാള് പറഞ്ഞ് അദ്ദേഹത്തിനെ കുറിച്ച് സഹായിക്കുക, അതായത് പറഞ്ഞു കൊടുക്കുന്നു. അൽഹംദുലില്ലാഹ് അള്ളാഹുവിനെ സ്തുതിയാണ്. കാരണം അതെ, നമുക്കൊക്കെ കണ്ണ് ഈ ലോകം കാണാൻ പറ്റി, ജനങ്ങളെ കാണാൻ പറ്റി. അപ്പോൾ ഉസ്താദിന് അള്ളാഹു കണ്ണിന്റെ കാഴ്ച അല്ലേ ഒരു അനുഗ്രഹമാണ്. കാരണം ഹറാമൊന്നും കാണണ്ടല്ലോ, കേൾക്കണ്ടല്ലോ. അൽഹംദുലില്ലാഹ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് തന്നു. അൽഹംദുലില്ലാഹ്. അത്രയും മാത്രം. അൽഹംദുലില്ലാഹ്. വേറെ റാഹത്ത് തന്നെയാണ്. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഉസ്താദ് എന്താ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് അൽഹംദുലില്ലാഹ് അള്ളാഹു തന്ന ഈ നിഅമത്ത് സൂക്ഷിക്കണം. കാരണം കണ്ണിലൂടെയാണ് കുറേ ആൾക്കാർ വേണ്ടാത്ത ഇനയത്തിലേക്ക് പോകുന്നത്. അതിൽ അള്ളാഹുവിനോട് സൂക്ഷ്മത കൊണ്ട് അള്ളാഹുവിനോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും നല്ല ഒരു ബുദ്ധിയും നല്ല വിവേകമൊക്കെ തരട്ടെ. അപ്പോൾ ഉസ്താദ് ഇനിയും മുന്നേറാനും ഇനി നല്ല കഴിവുള്ള ഒരു വ്യക്തിയാവാനൊക്കെ അള്ളാഹ് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.